നമസ്കാരം. ഇസ്രായേൽ ഇറാൻ വാറിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻസ് ഇപ്പോൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ, എസ്പെഷ്യലി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. എവറിബഡി ഈസ് വറീഡ്. അതിലിപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ന്യൂസും കൂടെ വന്നിരുന്നു. അദാനിയുടെ ഒരു വലിയൊരു പോർട്ട്, ഇസ്രായേലിലെ പോർട്ട് ഇറാൻ്റെ ബോംബിംഗ് ഷെല്ലാക്രമണം കാരണം തകർന്നു എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. ക്രെഡിബിലിറ്റി എത്രയാണെന്ന് അറിയത്തില്ല, എന്നാലും ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ന്യൂസാണ്. സോ ഇൻ ദിസ് സിനാരിയോ നമുക്കിനിയിപ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ നാളെ നമുക്ക് നേരിടാൻ സാധ്യതയുള്ളത്, അതേപോലെ തന്നെ ഈ ക്രാഷ് ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് മുഴുവനായിട്ടും കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടാവും ഇൻ ടേംസ് ഓഫ് വാർ ബിറ്റ്വീൻ ഇറാൻ ഇസ്രായേൽ ആൻഡ് എന്താണ് അതിൻ്റെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. So what is the major issue? Israel hit Iran's nuclear program. This is the major issue. ഇതുകൊണ്ടാണ് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ സെന്റിമെന്റ്സ് മാറുന്നതും അതേപോലെ തന്നെ ക്രാഷുകൾ ഉണ്ടാവാൻ തുടങ്ങിയതും. സോ ഇസ്രായേൽ ഇപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഹിറ്റ് ചെയ്തതുകൊണ്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ്, റൈറ്റ്? അതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? നോക്കുമ്പോൾ പ്രത്യക്ഷത്തിലൊന്നുമില്ല, അല്ലേ? പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെയാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇസ്രായേൽ ക്യാൻ ഈസിലി ടാർഗറ്റ് ഇറാൻസ് ഓയിൽ റിസർവ്. ഓക്കെ, അപ്പോൾ ഇറാന്റെ അടുത്തുള്ള ഓയിൽ റിസർവിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വേൾഡിലേക്കുള്ള ഓയിൽ സപ്ലൈ, ഇറാൻ ഒരു ഓയിൽ സപ്ലയർ ആണ്, ഗ്ലോബൽ ഓയിൽ സപ്ലയർ ആണ്. അപ്പോൾ മൊത്തം വേൾഡിലേക്കുള്ള ഓയിൽ സപ്ലൈയിൽ ഡിസ്റപ്ഷൻസ് ഉണ്ടാവും, അതുവഴി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിലെ സെന്റിമെന്റ്സ്. നൗ സീ ഹിയർ ദ ക്രൂഡിന്റെ പ്രൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഇത്രയും ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ക്രൂഡിന്റെ പ്രൈസ് ഏകദേശം 15% മുകളിലേക്ക് പോയിരുന്നു. പിന്നെ സെറ്റിലായി ഇപ്പോൾ 11%, 11.54% ആണ് ക്രൂഡിന്റെ പ്രൈസ് കൂടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഈ പ്രൈസ് കൂടാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഈ രീതിയിൽ ഇറാന്റെ ഇപ്പോൾ ഓൾറെഡി യുദ്ധം നടക്കുന്നത് കൊണ്ട് ഇറാന്റെ ഓയിൽ സപ്ലൈ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുറയാനുള്ള സാധ്യതയും കൂടുതലാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറയുന്നത് കൊണ്ട് ക്രൂഡിന്റെ പ്രൈസ് ഏത് രാജ്യങ്ങളാണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ക്രൂഡ് വാങ്ങി ഉപയോഗിക്കുന്നത്, അവരുടെ രാജ്യങ്ങളിൽ ക്രൂഡിന്റെ പ്രൈസ് കൂടാൻ വേണ്ടി തുടങ്ങുന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ബട്ട് ഹിയർ ഈസ് ദ ക്യാച്ച്. ഇവിടെ ഇങ്ങനെയാണ് സിനാരിയോ എങ്കിൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇറാൻ എത്ര പെർസെൻറ്റേജ് ആണ് മൊത്തം വേൾഡിലേക്ക് ഓയിൽ സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാവും 3% ആണ്. ചില ഭാഗങ്ങളിൽ 3.3% കൊടുത്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ 3.4% കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും വേണ്ട, നമ്മൾ 3.5% പിടിച്ചോളൂ. 3.5% ആണ് ഇറാൻ മൊത്തം വേൾഡിന്റെ ഓയിൽ സപ്ലൈയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, മൊത്തം വേൾഡിന്റെ, ഇന്ത്യന്റെ മാത്രമല്ല. നൗ ടോപ്പ് ഓയിൽ എന്താ പറയുക, ഇമ്പോർട്ടേഴ്സ് ആരൊക്കെയാണ് വേൾഡിലെ? ടോപ്പ് ആയിട്ട് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രികൾ ഏതൊക്കെയാണ്? ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ. 3 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് ചൈനയാണ്, സെക്കൻഡ് വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, ദെൻ ഇന്ത്യ ആണ് തേർഡിൽ വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം എന്തുകൊണ്ട് തകർന്നു, എന്തുകൊണ്ട് ചൈനയിലും US ഇത്രയും വലിയ ഇംപ്ലിക്കേഷൻസ് ഈ ഒരു വാർത്ത വന്നതുകൊണ്ട് ഉണ്ടായില്ല? കാരണം ഇന്ത്യന്റെ ഇപ്പോഴത്തെ പിന്നെ എക്കണോമിയും അതേപോലെ തന്നെ US എക്കണോമിയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യന്റെ എക്കണോമിയും ചൈനീസ് എക്കണോമിയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല തൽക്കാലത്തേക്ക്. കാരണം നമ്മളൊരു റിവൈവൽ മോഡിൽ, നമ്മളൊരു ടേൺ അറൗണ്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ കുറെ എടുത്തുകൊണ്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആദ്യത്തെ മിനിസ്റ്റർ US പോയിട്ട് നമ്മൾ ആദ്യമായിട്ട് കടമായിട്ട് ചോദിച്ചത് അരിയാണ്. കാരണം ഇവിടെ കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു നമ്മുടെ രാജ്യത്ത്. ആ സമയത്തുള്ള ഒരു ന്യൂസ് ആയിരുന്നു, വീക്ക്ലി 2 ദിവസം നിങ്ങൾ പട്ടിണി കിടക്കണമെന്നാണ് ഗവൺമെന്റിന്റെ ന്യൂസ് വന്നിരുന്നത്. ഓക്കെ, ന്യൂസ് അല്ല, ഗവൺമെന്റിന്റെ എന്താ പറയുക, ഒരു അനൗൺസ്മെന്റ് വന്നിരുന്നത്. നിങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ 2 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക. ഈ അവസ്ഥയിൽ നിന്ന് ഇന്ത്യ ഹാസ് ബിക്കം ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. തേർഡ് ലാർജസ്റ്റ് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. ഓക്കെ, ആ രീതിയിൽ നമ്മുടെ രാജ്യം വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു റിവൈവൽ മോഡലുള്ള ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയാണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ന്യൂസുകൾ വരുമ്പോൾ അതിന്റെ ഇംപ്ലിക്കേഷൻസ് നമ്മളെപ്പോലത്തെ രാജ്യങ്ങളിൽ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാവും. കാരണം പബ്ലിക്കിന് അവയർനെസ് വളരെ കുറവാണ് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന്. ഈ ഇപ്പം മാർക്കറ്റ് ക്രാഷ് ആയിരിക്കുന്ന മുഴുവൻ സെന്റിമെന്റ് കൊണ്ട് മാത്രം ക്രാഷ് ആവുന്നതാണ്. നൗ ആക്ച്വൽ ഡാറ്റ എന്താണ്? 3% ആണ് ഇറാന്റെ ടോട്ടൽ ഓയിൽ സപ്ലൈ ടു ദ വേൾഡ്. അതിൽ തന്നെ മേജർ ഇമ്പോർട്ടർ ഓഫ് ദ ഓയിൽ ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ. നിങ്ങൾ നോക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യന്റെ ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ എവിടെയാണുള്ളത്? ഇന്ത്യൻ ഇൻഫ്ലേഷൻ റേറ്റ് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തെ ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ
അത് 7% ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7.44% 2023 എത്തിയിരുന്നു. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ മെയിൽ ഡാറ്റ 2025 മെയിൽ ഡാറ്റ നോക്കുമ്പോൾ 2.82% ആയിട്ട് വളരെ വളരെ കുറവാണുള്ളത്. ഇവിടെയാണ് നമ്മുടെ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് RBI അവരുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറയ്ക്കുന്നതും. കാരണം കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇൻഫ്ലേഷൻ കുറഞ്ഞു അല്ലേ, പണപ്പെരുപ്പം കുറഞ്ഞു. അപ്പോൾ RBI ഇൻട്രസ്റ്റ് റേറ്റിനെ കുറയ്ക്കുന്നു സോ ദാറ്റ് പബ്ലിക് ക്യാൻ സ്പെൻഡ് മോർ മണി ഇൻ ദ മാർക്കറ്റ്, ഐ മീൻ ടു ബൈ മോർ തിങ്സ് ഫോർ ദം. അങ്ങനെ അവരുടെ ഒരു സ്പെൻഡിങ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് RBI പിന്നെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ കുറയ്ക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇൻട്രസ്റ്റ് റേറ്റ് എന്തുകൊണ്ട് RBI കുറയ്ക്കുന്നു കൂട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നൗ മൈ പോയിന്റ് ഈസ്, ഇന്ത്യ ഒരു റിവൈവൽ മോഡിലാണ്, ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയിലാണ് ഇന്ത്യ ഉള്ളത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ബിക്കോസ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻഫ്ലേഷൻ റേറ്റ് വളരെ വളരെ കുറവാണ്. RBI ഓൾറെഡി ഇൻട്രസ്റ്റ് റേറ്റിനെ കുറയ്ക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ കണ്ടില്ലേ 6.5% ഉണ്ടായിരുന്നു ജനുവരി 31, 2025. അത് കുറച്ച് ഇപ്പോൾ എത്രയാണ് ഇപ്പോൾ ഉള്ളത്? 5.5% എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ എക്കണോമി ഒരു റിവൈവൽ മോഡിലുള്ള എക്കണോമിയാണ്. സോ നമ്മുടെ മാർക്കറ്റിൽ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും. കാരണം പബ്ലിക്കിന് അവയർനെസ് വളരെ വളരെ കുറവാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ വിചാരം എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വരുമ്പോഴത്തേനും എല്ലാ സ്റ്റോക്കിനെയും വിറ്റിട്ട് മാറി നിൽക്കുക, നഷ്ടത്തിൽ വിറ്റിട്ട് മാറി നിൽക്കുക, എന്നിട്ട് നല്ല ന്യൂസുകൾ വരുമ്പോൾ പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യുക. ആ നല്ല ന്യൂസുകൾ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേനും സമയം ഒരുപാട് വൈകി കാണും. അപ്പോഴത്തേനും അവർ വാങ്ങിയ സ്റ്റോക്കിനെ പിന്നെയും അവർ വിൽക്കും, നഷ്ടത്തിൽ വിറ്റിട്ട് പിന്നെയും മാറി നിൽക്കും. ഇതാണ് നോർമൽ പബ്ലിക്ക് ചെയ്യുക. ഓക്കെ, പാനിക്കിൽ സെല്ല് ചെയ്യുക. പക്ഷേ കുറച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ യുദ്ധങ്ങളും ഇതേപോലത്തെ ഇംപ്ലിക്കേഷൻസും ഇതേപോലത്തെ സിറ്റുവേഷൻസും ഇവോൾവ് ആകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഭാരതം എന്ന മഹാരാജ്യവും അതിൻ്റെ ഇത്രയും വലിയ എക്കണോമിയും 1.4 ബില്യൺ പോപ്പുലേഷനും നമുക്കുള്ള ഗവൺമെന്റും ഒക്കെ ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ഡെവലപ്മെന്റ്സ്, ഈ ഡെവലപ്മെന്റ്സിൽ ഇന്ത്യൻ്റെ ബജറ്റിൽ എത്ര പൈസ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്, ഇങ്ങനത്തെ രീതിയിലുള്ള തോട്ട്സ് ആയിരിക്കണം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അല്ലാതെ പാനിക് അല്ല നമ്മൾ ആവേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കുക. നൗ ഇത്രയും കാര്യം ഇറാന്റെ പറഞ്ഞു. ഇറാൻ 3% ആണ് ടോട്ടൽ വേൾഡിലേക്ക് ഓയിൽ കൊടുക്കുന്നത്. അതിൽ തന്നെ മേജർ ആയിട്ടുള്ള ഓയിൽ ഇമ്പോർട്ടേഴ്സ് USA, ചൈന, ഇന്ത്യ ആണെന്ന് നമുക്ക് മനസ്സിലായി. നൗ ഇന്ത്യയിലെ ഇറാന്റെ ഓയിൽ സപ്ലൈ എത്രയുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. 10 വർഷത്തെ ഡാറ്റയുണ്ട്. 2018 $14.7 ബില്യൺ ഒരു ട്രേഡായിരുന്നു ഇറാനും ഇന്ത്യയും തമ്മിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞു. 2019 ആയപ്പോഴത്തേനും 3.38 ബില്യണായി മാറി. ഡ്യൂ ടു ദിസ് വാർസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഇതൊക്കെ ഗവൺമെന്റിനും അതേപോലെ തന്നെ നമ്മളുടെ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരും നല്ല ആൾക്കാരാണെങ്കിൽ അവർക്കിത് മനസ്സിലാവും. നമ്മൾ ഇറാന്റെ അടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരുന്നാൽ നാളെ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഉള്ള ആ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ ഇറാന്റെ അടുത്ത് നിന്ന് മാത്രം എന്താ പറയുക, ഇറാനിപ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസ കുറച്ചായിരിക്കും രാജ്യങ്ങൾക്ക് ഓയിൽ വിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മൾ ഇറാനിൽ നിന്ന് മാത്രം ഓയിൽ വാങ്ങുകയും മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ ബിസിനസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ബാഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മുടെ ഡിപ്ലോമാറ്റ്സിനും നമ്മുടെ മന്ത്രികൾക്കും നമ്മുടെ പ്രധാനമന്ത്രിക്കും എല്ലാം അറിയാം. അതുകൊണ്ടാണ് പിന്നെ ഇവര് ഈ ഒരു എന്താ പറയുക ഓയിൽ ഇമ്പോർട്ടേഷൻ, ഈ ഒരു ഡിപ്പെൻഡൻസിനെ അവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി തുടങ്ങി. 2019 ആയപ്പോഴത്തേനും 3.3 ബില്യൺ മാത്രമായി കുറഞ്ഞു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വെറും $1 ബില്യൺ ഒരു ട്രേഡ് മാത്രമാണ് ഇറാനുമായിട്ട് ഇന്ത്യ നടത്തുന്നത്. എവിടുന്ന് ഞാൻ പറയുന്നത് $14.7 ബില്യൺ ഒരു ട്രേഡിൽ നിന്ന് ഇപ്പോൾ വെറും $1 ബില്യൺ മാത്രമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാളെ ഇപ്പോൾ ഇസ്രായേൽ ഇറാന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓയിൽ റിഫൈനറീസിനെയും അതിന്റെ ഓയിൽ പ്രൊഡക്ഷൻസിനെയും അവർ ഡിസ്റപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫൈനൽ എന്താ പറയുക ഇംപ്ലിക്കേഷൻസ് ഓൺ ഇന്ത്യ? എന്താണ്? ഒന്നുമില്ല. $1 ബില്യൺ ട്രേഡ് മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. ഇന്ത്യ ക്യാൻ ബൈ ദ ഓയിൽ ഫ്രം അതർ കൺട്രീസ്, നോട്ട് ഓൺലി ഇറാൻ. അപ്പോൾ സിംപ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് മച്ച് ടു ഹാപ്പൻ. ഈ ഒരു കുറച്ച് സമയത്തേക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ഇത്രയും വലിയൊരു ന്യൂസ് വന്നു, കാരണം വന്നു. അപ്പോൾ കൂടിയിരിക്കുന്ന ഒരു ക്രൂഡ് ഓയിൽ പ്രൈസിൽ ആൾക്കാർ വാങ്ങാൻ നിർബന്ധിതരാകും. അപ്പോൾ ഈ രീതിയിൽ വാങ്ങുമ്പോൾ ഗവൺമെന്റിന് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ, ഇപ്പോൾ ഗവൺമെന്റിന്റെ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന പൈസ ഇവിടെയാണെങ്കിൽ ഇത്രയും പൈസ കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു ചാർജസ് എവിടെയാണ് പോവുക? അത് പബ്ലിക്കിലേക്കാണ് ഗവൺമെന്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ
ഓയിലിൻ്റെ പ്രൈസ് കൂടാനും തുടങ്ങും, റൈറ്റ്? അപ്പോൾ ഇത് പബ്ലിക്കിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, അങ്ങനെയാണ് ഇൻഫ്ലേഷൻ കൂടുക. അപ്പോൾ പക്ഷെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സിനാരിയോ അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സിനാരിയോ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുകയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്, ഒരു ബൂമിംഗ് സ്റ്റേജിലേക്ക് നമ്മുടെ എക്കണോമി മാറുകയാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ വാർത്തകളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റഷ്യ യുക്രൈൻ വാർ ഉണ്ടായി, നമ്മളത് മറന്നു, സ്റ്റോക്ക് മാർക്കറ്റ് മറന്നു. ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടായി, അതും നമ്മൾ മറന്നു. പാലസ്തീൻ ഗാസ വാർ ഉണ്ടായി, അതും നമ്മൾ മറന്നു. അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ ഇതേപോലത്തെ വേൾഡ് ഓവറിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് കൊണ്ട് നമ്മുടെ ഈ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ആ രാജ്യത്ത് എത്രയുണ്ടോ അത്ര മാത്രമേ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇവിടെ വേറെ ഒന്നും സംഭവിക്കാനില്ല. മാർക്കറ്റ് ക്യാൻ ക്രാഷ്, മാർക്കറ്റ് ക്യാൻ ഗോ അപ്പ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഓരോ ന്യൂസ് വരുമ്പോഴും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പാനിക് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ ഡാറ്റൻ്റെ ബാക്കപ്പിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ തയ്യാറാവണം, പഠിക്കാൻ തയ്യാറാവണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ നമുക്ക് ആ ഒരു 100% കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ, ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഈ ചാനലിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പഠിപ്പിക്കാറില്ല. ഞാൻ സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. ഞാൻ F&Oയിൽ ട്രേഡ് ചെയ്യാത്ത വ്യക്തിയാണ്. ഞാൻ ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യാത്ത വ്യക്തിയാണ്. ഞാൻ കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാത്ത വ്യക്തിയാണ്. ഞാൻ വെറും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്യുന്ന ഒരാളാണ് കഴിഞ്ഞ 7-7.5 വർഷങ്ങളായിട്ട്. ഓക്കെ, സോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ന്യൂസാണ്. ഇന്ത്യ ഈസ് ഓൺ ദ ബ്രിങ്ക് ഓഫ് ഗയാന സീസ്ഡ് ഓയിൽ ഡിസ്കവറി ഇൻ ആൻഡമാൻ സീ. ഇന്ത്യൻ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് പുരി സാറിൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ജൂൺ 15 വന്നിട്ടുള്ള ഒരു പ്രസ് മീറ്റിൽ അദ്ദേഹം തന്നൊരു ഹിൻ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ ഗയാനയെക്കാളും വലിയ ഒരു ഓയിൽ റിസർവിനെ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മുടെ എവിടെയാണത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. ഓക്കെ, അവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ലിങ്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, നിങ്ങളത് വായിച്ചു നോക്കൂ. അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, ഓൾറെഡി അവിടെ അവർക്ക് അതിൻ്റെ ഗ്രീൻ സിഗ്നൽ കിട്ടിത്തുടങ്ങി. അവിടെ ഡ്രില്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗ്രീൻ സിഗ്നൽ കിട്ടിത്തുടങ്ങി. വി ഡോണ്ട് നോ, ഇപ്പോൾ $3.7 ട്രില്യൺ എക്കണോമിയാണ് നമ്മളെങ്കിൽ നമ്മൾ 20 ട്രില്യൺ എക്കണോമി ആയിട്ട് ചൈനയെയും സർപ്പാസ് ചെയ്ത് മുകളിലേക്ക് പോകാൻ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ന്യൂസിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു ട്രൂ സ്റ്റോറി ആണെങ്കിൽ ഇത്രയും വലിയ മിനിസ്റ്ററിന്റെ എന്താ പറയുക മുഖത്തു നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. അല്ലാതെ വെറും ഒരു ന്യൂസ് ഏജൻസി കൊടുക്കുന്ന വാർത്തയോ വെറും ഒരു പ്രൈവറ്റ് ഓയിൽ ഡ്രില്ലിംഗ് കമ്പനി കൊടുക്കുന്ന വാർത്തയോ അല്ല, ഒരു മിനിസ്റ്ററാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനടുത്ത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും. അത് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നമുക്ക് ഓയിൽ റിസർവ് ഉണ്ട്, കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിൽ ഗ്രീൻ സിഗ്നൽ നമുക്ക് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗയാനയെക്കാളും വലിയ ഓയിൽ റിസർവ് ആയിട്ട് മാറും. വിച്ച് മീൻസ് നമുക്കിവിടെ നമ്മുടെ ടോട്ടൽ എക്കണോമി തന്നെ 20 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വാർത്തകളും ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ പാനിക് ആവാതിരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ വെൽ റിസർച്ച്ഡ് ആണ്, വെൽ ഡാറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതിന്റെ ടാർഗറ്റ് വരെ എത്തുന്നത് വരെ അതിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ള ഒരു ജോലി മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് സ്റ്റോക്ക് പ്രൈസ് ക്യാൻ ഗോ ഡൗൺ 30%, 40%, 50%, നോ പ്രോബ്ലം. അതേ സ്റ്റോക്കിനെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്തിട്ട് ആ ടാർഗറ്റിൽ നമ്മൾ വിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ബീങ് എ ട്രേഡർ, ബീങ് എൻ ഇൻവെസ്റ്റർ, നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ടാർഗറ്റ് വരെ എല്ലാവരും ഹോൾഡ് ചെയ്യുക. ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഡോണ്ട് വറി ഓൺ ദാറ്റ്. ഐ വിൽ ബി ഓൾവേസ് മേക്കിംഗ് വീഡിയോസ് ലൈക്ക് ദിസ് ടു ഗിവ് യു മോർ ഇൻഫർമേഷൻസ് അബൌട്ട് ദ ജിയോ പൊളിറ്റിക്കൽ സെനാരിയോസ് പ്ലസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇഷ്യൂസ്. ഇഫ് യു ആർ കീൻ ടു ലേൺ അബൌട്ട് ദ സ്റ്റോക്ക് മാർക്കറ്റ്, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, നമ്മുടെ വെബ്സൈറ്റിൽ വരിക. അവിടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ ലിങ്കാണ്. ഇപ്പോൾ അതിൽ 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഒരു കൂപ്പൺ കോഡ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോഴ്സ് കണ്ടന്റ് നിങ്ങൾ ഇവിടെ വായിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. എന്തൊക്കെയാണ് ഈ കോഴ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എൻ്റെ ഇൻകം മുതൽ അതേപോലെ തന്നെ ട്രേഡിംഗ് മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം നമ്മുടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഡാറ്റയൊന്നുമല്ല, ഇതിനേക്കാളും 1000 മടങ്ങ് കൂടുതലാണ് അവിടെ ഞാൻ കൊടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത്.
ഒരു 40 അവേഴ്സിൻ്റെ ഒരു ക്ലാസ് ആണത്. പ്ലസ് ഞാൻ എല്ലാ മാസവും 2 മാസം 3 മാസം കൂടുമ്പോൾ എപ്പോഴൊക്കെയാണോ എനിക്ക് ഇതിനകത്ത് പുതിയ പുതിയ കണ്ടന്റ് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നത് അപ്പോഴൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ലൈവാണ്, നമ്മുടെ മെമ്പേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, ഇതാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. If you are keen, you are welcome to join the community. Thank you so much. I'll see you with another video. Bye-bye.